ഈ ചെറിയ അപ്പം മണ്ടനായി നടിക്കുന്നു, കാരണം നേരത്തെ ബേക്കർ ഒരു പുതിയ ബാച്ച് മാവ് ഉണ്ടാക്കി അടുപ്പിൽ വെച്ചു. അവൻ പുതുതായി ചുട്ടുപഴുത്ത ബണ്ണുകൾ പുറത്തെടുത്തു. സ്റ്റോർ തുറക്കാൻ സമയമായി എന്ന് തീരുമാനിച്ചു. ചെറിയ അപ്പം എടുക്കാൻ ആവേശത്തിലാണ്. ആദ്യത്തെ ഉപഭോക്താവ് വന്നപ്പോൾ ആദ്യം എടുക്കാൻ സുഹൃത്തുക്കളുമായി അവൻ മത്സരിക്കുന്നു. നിർഭാഗ്യവശാൽ അവന് പകരം അവന്റെ സുഹൃത്ത് തിമോത്തിയെ തിരഞ്ഞെടുത്തു. പക്ഷേ അവന് സന്തോഷമാണ്. പെട്ടെന്ന് കസ്റ്റമർ അവിടെ നിന്ന് ബ്രെഡിൽ നിന്ന് ഒരു കടി എടുക്കുന്നത് അവൻ കാണുന്നു. അപ്പോൾ അവന്റെ പുഞ്ചിരി തൽക്ഷണം കുറയുന്നു. അവൻ പരിഭ്രാന്തനാകാൻ തുടങ്ങുന്നു. അതിനാൽ അടുത്ത ഉപഭോക്താവ് വരുമ്പോൾ കഴിയുന്നത്ര ആകർഷകമല്ലാത്തതായി തോന്നാൻ അവൻ പരമാവധി ശ്രമിക്കുന്നു. പക്ഷേ ബേക്കറി വളരെ ജനപ്രിയമാണ്, കാരണം അവർ ഫോർട്ട്നൈറ്റ് ബർഗറുകൾ വിൽക്കുന്നു. അതിനാൽ തിരഞ്ഞെടുക്കപ്പെടാതിരിക്കാൻ അവന് നല്ലപോലെ ശ്രമിക്കണം. ദിവസാവസാനം ബേക്കറി അടച്ചിരിക്കുന്നു. ഷെൽഫിൽ അവശേഷിക്കുന്ന ഒരേയൊരു അപ്പം അവനാണ്. എന്നിരുന്നാലും ബേക്കർ ഇത് കാണുകയും ഒരു പുഞ്ചിരിയോടെ അവൻ അപ്പം സ്വന്തം കയ്യിലെടുക്കാൻ തീരുമാനിച്ചു. പതുക്കെ അപ്പം കഴിക്കാൻ തയ്യാറെടുക്കുന്നു. അവൻ അത് കഴിച്ചതിനു ശേഷം അപ്പം ആശയക്കുഴപ്പത്തിലാകുന്നു, കാരണം അവൻ ഇപ്പോൾ ഒരു ആത്മാവായി മാറിയിരിക്കുന്നു. അവൻ സന്തോഷവാനാണ്, കാരണം ഇപ്പോൾ ബേക്കറി വിട്ട് തന്റെ സുഹൃത്തായ തിമോത്തിക്കൊപ്പം ചേരാം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.